സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത IED ബോംബുകൾ സ്ഥാപിച്ചു. ആ ബോംബുകൾ ഉണ്ടാക്കാൻ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സൗദിയിൽ പോയി പഠിച്ചതാണ്, UAE പോയി പഠിച്ചതാണ്. അവന്റെ മൊബൈൽ ഫോണുകൾ NIA പരിശോധിച്ചപ്പോൾ കണ്ടത് സാക്കിർ നായിക്കിന്റെ വീഡിയോകൾ, അയാളുടെ ചാനലുകളൊക്കെ ഇയാള് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഒരുപാട് കൊടും ഭീകരന്മാരുമായിട്ട് ഡൊമിനിക് മാർട്ടിന് ബന്ധമുണ്ടായിരുന്നു. ഇവൻ ഗൾഫിൽ പോയിട്ട് മതം മാറി സാക്കിർ നായിക്കിന്റെ അനുയായിയായി മാറി. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ എഴുതിയത് ഡൊമിനിക് മാർട്ടിൻ, അവന്റെ യഥാർത്ഥ മുസ്ലിം പേര് പോലും മാധ്യമങ്ങൾ മറച്ചു വെച്ചു. ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോഴെല്ലാം ഭീകരന്മാരുടെ പേരുകൾ പലപ്പോഴും ഹിന്ദു നാമമോ ക്രിസ്ത്യൻ നാമമോ ആക്കി മാറ്റാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഭീകരതയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളം എത്രമേൽ അധപ്പതിച്ചിരിക്കുന്നു എന്നൊന്ന് ചിന്തിക്കണം. ആബിദ് അടിവാരത്തിന്റെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഭയം തോന്നും. പക്ഷെ ഇന്ന് ഭയം എന്ന് പറയുന്ന സ്ഥാനത്ത് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുച്ഛത്തോടെയുള്ള കുറ്റപ്പെടുത്തലും അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ചേരിതിരിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഈ രാജ്യത്തിനെതിരെ നടന്ന മുസ്ലിം ഭീകരാക്രമണം, നമുക്ക് ഇസ്ലാമിക ഭീകരാക്രമണം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ ചെറുതാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നിങ്ങൾ എല്ലാവരും ഈ വാർത്തയ്ക്ക് താഴെ കാണുന്ന പ്രത്യേക മതസ്ഥരുടെ കമന്റുകൾ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. നമ്മൾ കരുതുന്ന നല്ല മുസ്ലിങ്ങൾ ചീത്ത മുസ്ലിങ്ങൾ എന്ന വിഭാഗമൊക്കെ ഉണ്ട് എന്ന് തെറ്റിദ്ധാരണയുള്ള ആളുകൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകളുണ്ടല്ലോ, അതിന് താഴെ നിങ്ങളൊന്ന് പോയി നോക്കുക. അതിന് താഴെ കാണാൻ പറ്റും അള്ളാഹു കുക്കുംബർ എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ കമന്റുകൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. അതായത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി, ലോകത്താകമാനം ഉറ്റുനോക്കുന്ന ലോകം ആദരിക്കുന്ന പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയും അമിത്ഷാ അടക്കമുള്ള ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ നടത്തിയ സ്ഫോടനമാണ് ഇത് എന്നാണ് പുതിയ കണ്ടുപിടുത്തമല്ല ഇവന്മാരുടേത്. രാജ്യത്ത് എവിടെ മുസ്ലിം തീവ്രവാദികൾ സ്ഫോടനം നടത്തിയാലും അതെല്ലാം രാഷ്ട്രീയപരമായിട്ട് നരേന്ദ്രമോദി ചെയ്യിക്കുന്നതാണ്. ബീഹാർ ഇലക്ഷൻ വരികയാണല്ലോ, അതിനു മുൻപ് ഒരു സ്ഫോടനം പ്രതീക്ഷിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിം തീവ്രവാദത്തെ, ഈ മുസ്ലിം ഭീകരവാദികൾ നടത്തിയിട്ടുള്ള ചത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കാഫിറുകളെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് ഇവരൊക്കെ കുഞ്ഞുനാൾ മുതൽ മദ്രസ പുസ്തകത്തിൽ പഠിച്ചത് നടപ്പിലാക്കുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളായി മാറിയിരിക്കുന്നു ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ആരും അതിശയപ്പെടേണ്ട. അത്തരത്തിൽ തന്നെയാണ് ഓരോ വാർത്തയ്ക്ക് താഴെ വരുന്ന മുസ്ലിം നാമധാരികളുടെ കമന്റുകൾ എന്ന് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടത്. നോക്കൂ, പരസ്യമാണ്, അവർക്ക് കുറച്ച് കിട്ടേണ്ടത് തന്നെയാണ്, കിട്ടട്ടെ. എടുത്തെടുത്ത് പറയേണ്ടത്. നോക്കൂ, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 4 ഡോക്ടർമാരുണ്ട് ഹരിയാനയിൽ അറസ്റ്റിലായത്. ഇവരുടെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇവർ വെറും ഡോക്ടർമാരല്ല, ഇവർ ഭാരതത്തിനെതിരെ ജൈവായുധം പ്രയോഗിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു, അതിന്റെ ഗവേഷണത്തിലായിരുന്നു എന്ന വാർത്ത പോലും പുറത്തു വരുന്നുണ്ട്. എന്താ ജൈവായുധം എന്ന് പറഞ്ഞാൽ? നമ്മൾക്കറിയാം ഒരു ഒട്ടേറെ വിഷവാതകങ്ങളൊക്കെ ശ്വസിപ്പിച്ചുകൊണ്ട് പണ്ട് കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഭാരതത്തിൽ ഒട്ടേറെ ദുരന്തങ്ങൾ ഇവിടെ മനുഷ്യർ തന്നെ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ജൈവായുധം ഇവർ തിരഞ്ഞെടുത്തു. ആ ജൈവായുധത്തിന്റെ പരീക്ഷണത്തിലായിരുന്നു ഈ ഭീകരർ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ട് ഈ ഡോക്ടർമാരായിട്ടുള്ള. നോക്കൂ, ഇവന്മാരിൽ ഡോക്ടർമാരോ അധ്യാപകന്മാരോ എന്നൊന്നുമില്ല. ഇവർ കുഞ്ഞുനാളിൽ ഈ മദ്രസ പുസ്തകം, അതായത് അന്യമതസ്ഥരെ, ഈ ഏകദൈവമായിട്ടുള്ള ഇവരുടെ അള്ളാഹു എന്ന് പറയുന്ന അതിൽ വിശ്വസിക്കാത്ത ഏതൊരാളെയും കൊന്നൊടുക്കാൻ ഇവരുടെ ഒരു ഗ്രന്ഥം അനുവദിക്കുന്നു. അതിനെ ഇവർ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കുന്നു. അതിൽ പറഞ്ഞ പ്രകാരം അന്യമതസ്ഥരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട് പാവം പഠിച്ച നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുന്നു. അങ്ങനെ കൊന്നൊടുക്കുന്ന ഇവന് സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ആ കിതാബ് പഠിച്ച 4 ഡോക്ടർമാർ, ആ 4 ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ATF പിടിയിലാവുകയായിരുന്നു ഹരിയാനയിൽ വെച്ചുകൊണ്ട്. എന്തായിരുന്നു ഇവൻ ചെയ്ത പ്ലാൻ എന്ന് അറിയാമോ? ആ പ്ലാനിൽപ്പെട്ട ഒരുത്തനാണ് ഇപ്പൊ ബോംബ് സ്ഫോടനത്തിൽ ഇവിടെ പൊട്ടിച്ചത്. എന്തുകൊണ്ടാണ് ഇവൻ പൊട്ടിച്ചതെന്ന് അറിയാമോ? ഊഹം വരുന്നത്, കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഇതാണ്. ഈ പിടികൂടപ്പെട്ട 4 ഡോക്ടർമാർ, അതിലൊരു വനിതാ ഡോക്ടർ കൂടി ഉണ്ട് എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ പിടികൂടപ്പെട്ടതോടുകൂടി ഇനി താനാണ് അടുത്തത് പിടികൂടപ്പെടുന്നത് എന്ന് കൃത്യമായിട്ടും അറിഞ്ഞതോടുകൂടി ഇവൻ എന്ത് ചെയ്തു? കാറിൽ നിറച്ചു വെച്ചിട്ടുള്ള ആ ബോംബ് പൊട്ടിക്കുന്നു. ഈ പിടികൂടിയ 4 ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് 3000 കിലോയ്ക്ക് അടുത്തുള്ള സ്ഫോടന വസ്തുക്കൾ പിടികൂടിയെന്ന ഭീകരമായിട്ടുള്ള ഞെട്ടിക്കുന്ന രഹസ്യ ആ ഒരു വലിയ വാർത്ത കൂടി നിങ്ങൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ഇത്ര കണ്ട് ഈ ഭീകരവാദം പെറ്റ നാടിനെതിരെ നടത്തുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണത്തിന്റെ മോശം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന മുസ്ലിം നാമധാരികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ചുറ്റും അവരുണ്ട്, അവർ കൃത്യമായിട്ടും അവരുടെ ആസൂത്രണം നടത്തുന്നു. ഇവിടെ എന്ത് നടത്തിക്കഴിഞ്ഞാലും അത് BJP RSS അതല്ലെങ്കിൽ ഈ ഹിന്ദുത്വ വിരുദ്ധതയുടെ പേരിൽ ഇവർ ന്യായീകരിച്ചുകൊണ്ട് അതിനെ വെള്ളപൂശുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഒട്ടേറെ മലയാളികളുണ്ട്, മലയാളി നേതാക്കന്മാരുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ആബിദ് അടിവാരം എന്ന് പറയുന്ന പ്രൊഫൈൽ.
ഇവൻ വിദേശത്തിരുന്നു കൊണ്ട് എഴുതിവിടുന്ന രാജ്യവിരുദ്ധ ദേശവിരുദ്ധ ദ്രോഹ വാർത്തകൾ അതല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവൻ വിദേശത്ത് ഏതോ ഒരു അറബ് രാജ്യത്തിരുന്നാണ് ഈ ചെയ്യുന്നത്. ഇവൻ ഈ കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനം നടന്ന ഉടനെ ഇവൻ എഴുതിയ പോസ്റ്റ് എന്തെന്നറിയാമോ? നോട്ട് നിരോധനത്തോടെ കള്ളപ്പണക്കാരെയും ഭീകരന്മാരെയും തുടച്ചു നീക്കി എന്നായിരുന്നു അവകാശവാദം. 11 വർഷം ഭരിച്ചിട്ടും ഡൽഹി പോലും സംരക്ഷിക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? മോദിക്കോ അമിത്ഷായ്ക്കോ? രാജിവെച്ച് പോയിക്കൂടെ ഇവർക്ക്? തിരഞ്ഞെടുപ്പ് ഇനി ശ്രദ്ധിക്കേണ്ട വരികയാണ്. തിരഞ്ഞെടുപ്പ് കാല ഭീകരന്മാർ ഇത്തവണ പട്ടാളക്കാരെ വെറുതെ വിടാൻ സന്മനസ് കാണിച്ചിട്ടുണ്ട്. ആബിദ് അടിവാരം എന്ന് പറയുന്ന രാജ്യദ്രോഹി അതല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദി എഴുതിവിട്ടത് വിദേശത്തിരുന്നുകൊണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ബീഹാർ ഇലക്ഷൻ അടുത്തു, മാത്രമല്ല കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ ഇലക്ഷൻ വരുന്നു. ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ബോംബ് പൊട്ടിച്ചു എന്നാണ് ഇവൻ എഴുതി വിട്ടിരിക്കുന്നത്. വിദേശത്തായിരുന്നാലും ഇവനൊക്കെ പൊക്കാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് അറിയാം. എന്നാലും ഒരു നാൾ ഇവന്റെയൊക്കെ മനസ്സിൽ ഇവനൊക്കെ അടക്കിപ്പിടിച്ച് നടക്കുന്ന, ഏതൊരു മുസൽമാനും അടക്കിപ്പിടിച്ച് നടക്കുന്ന അവരുടെ മദ്രസയിൽ കിട്ടിയിട്ടുള്ള അവരുടെ പഠനമുണ്ടല്ലോ, ആ പഠന മികവ് ഇതുപോലെ പുറത്തു വരും. അങ്ങനെയാണ് ആബിദ് അടിവാരത്തിന്റെ മനസ്സിൽ നിന്ന് പുറത്തു വന്നത്. നമുക്ക് ഇവന്റെയൊക്കെ മുന്നിൽ ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയെയോ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവൻ ചെയ്യുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മതം വിട്ടവനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും? ഇപ്പോ ഒരു ഹിന്ദു, ശരി, സെബാസ്റ്റ്യൻ പുന്നക്കൽ, അദ്ദേഹം ശക്തമായിട്ട് ഇസ്ലാമിനെ എതിർക്കുകയും ഇസ്ലാമിലെ മാനവരാഹിത്യത്തെ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇനി രണ്ടാമത് ബൈജു ഒരു RSSകാരനാണ്, ഒരു BJP അനുഭാവിയാണ്. അപ്പൊ അയാൾ ഈ രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അറിയുന്നവർക്കറിയാം, എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. മൂന്നാമതായിട്ട് മതം വിട്ട ഞാൻ. ഈ 3 പേരെയും ഒരു കുടക്കീഴിൽ ഇവരുടെ കയ്യിൽ കിട്ടിയാൽ ആദ്യം ഇവരെ ക്രൂരമായി പീഡിപ്പിച്ച് രസിക്കുന്നത് എന്നെ ആയിരിക്കും. കാരണം എന്തെന്നറിയാമോ? മറ്റുള്ളവരോടുള്ളതിനേക്കാൾ വെറുപ്പ് ഇവർക്ക് എന്നോടുണ്ടാവും. കാരണം ഈ മതം എന്താണ്, ഈ മതഗ്രന്ഥം എന്താണ് പഠിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ ചിന്താ വൈകല്യങ്ങളുമായി നടക്കുന്നത് എന്ന സത്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുമല്ലേ ഈ ഗ്രന്ഥം വെച്ചിട്ട്. ഈ ഗ്രന്ഥം പഠിച്ചതുകൊണ്ടാണല്ലോ ഒരുപാട് ആളുകൾ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിൽ നിന്നും പിറവിയെടുത്തു വരുന്നത്. അതെ, ആബിദ് അടിവാരം ഇന്ത്യയിലേക്ക് തിരിച്ചു വരും. നരേന്ദ്രമോദിക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരിക്കലും ഈ രാജ്യത്തേക്ക് മടങ്ങി വരില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞത്. മുമ്പ് ഈ അറേബ്യൻ മൊട്ട എന്ന് പറയുന്ന കൊടും ഭീകരനുണ്ടല്ലോ, അവൻ ഈ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് അവൻ പറഞ്ഞത് ഇത് നരേന്ദ്രമോദി ചെയ്തതാണ് എന്നാ. അവൻ പോയിരിക്കുന്നത് മലേഷ്യയില, അല്ല ഇന്തോനേഷ്യയില. അപ്പൊ അവരൊക്കെ വിചാരിക്കുന്നത് ഒരിക്കലും ഇനിയും ഈ രാജ്യത്തേക്ക് അവര് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ രാജ്യത്തിനെതിരെ നിരന്തരം കുരച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആബിദ് അടിവാരത്തിനെ അറസ്റ്റ് ചെയ്തു എങ്കിൽ അറേബ്യൻ മൊട്ടയെയും അറസ്റ്റ് ചെയ്യാൻ വലിയ താമസം ഉണ്ടാകില്ല. ഇത്രയ്ക്കും ഭീകരത, ഇത്രയും മുസ്ലിം ഭീകരത കാണിക്കുന്ന ആളുകളെ ന്യായീകരിക്കുന്ന ഇവരെന്തായിരിക്കും ഇവന്റെ മനസ്സിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇവരുടെ ഈ കുഞ്ഞു മക്കൾ ആ കാലം മുതലുള്ള മദ്രസ പഠനത്തിലൂടെ കുഞ്ഞു മക്കളുടെ മനസ്സിലേക്ക് എത്രത്തോളം മതവിഷമാണ് അന്യരെ കാണുമ്പോൾ കൊല്ലാനും അന്യരെ കാണുമ്പോൾ തുപ്പാനും വെറുപ്പോടുകൂടി കാണാനും പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ടേ നമ്മൾ? ഏറ്റവും കൂടുതൽ കേരളത്തിലെ മലയാളികളായിട്ടുള്ള ഈ വർഗം, ഈ ചങ്ങാതിമാരുടെ കമന്റുകളൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കുക. രാഷ്ട്രീയപരമായിട്ട് ചേരിതിരിവുണ്ടായിരിക്കാം, നമുക്ക് രാഷ്ട്രീയ നേതൃത്വത്തെ നമുക്ക് ഇഷ്ടപ്പെട്ടത് വരില്ല. അധികാരം നമ്മൾ കൊടുക്കുന്ന ജനങ്ങൾ ജനാധിപത്യ രീതിയിലാണ്. അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കെതിരെ നിങ്ങൾക്ക് വിരോധമുണ്ടായിരിക്കാം. പക്ഷേ അത് രാജ്യത്തിനെതിരെയാക്കി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച ആ വിശുദ്ധ പുസ്തകമുണ്ടല്ലോ, ആ പുസ്തകം തന്നെയാണ് ഇതിന് കാരണം എന്ന് പറയേണ്ടതുണ്ട്. കാരണം അന്യരെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് ഒരു പടച്ചവൻ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പടച്ചവൻ മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ എന്നെ തീവ്രവാദിയും വർഗീയവാദിയും ഒക്കെ ആക്കി മാറ്റുന്ന നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നല്ലതോ ചീത്തതോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ വിലയിരുത്തി നിങ്ങൾ തന്നെ മാറാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ലോകം ഒന്നടങ്കം വെറുപ്പോടെയും അതല്ലെങ്കിൽ അസഹിഷ്ണുതയോടെയും നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കാണുന്നിടത്ത് ഭയപ്പെട്ടുന്നുണ്ടെങ്കിൽ ആ ഭയം നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ആ ഭയം ഉണ്ടാക്കണം എന്നും നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അന്യനെ കൊല്ലുമ്പോൾ അതിക്രൂരമായിട്ട് കൊല്ലണം, അതിക്രൂരമായിട്ട് പെരുമാറണം. അപ്പോഴേ അവർ ഏകദൈവ വിശ്വാസിയായി മാറൂ. അത്തരത്തിൽ മാറാത്തവരെ നിനക്ക് എന്തും ചെയ്യാനെന്ന് പറഞ്ഞ് അവരുടെ കുഞ്ഞു മക്കളെ പോലും ബലാത്സംഗം ചെയ്യാനും സ്ത്രീ ജനങ്ങളെയും അവരുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കാനും നിങ്ങളുടെ ഒരു പുസ്തകം പറയുന്നുണ്ടെങ്കിൽ ആ പുസ്തകം വിശുദ്ധ പുസ്തകമാണോ ക്രൂരതയുടെ പുസ്തകമാണോ എന്ന് ചിന്തിക്കേണ്ടത് ഓരോ നാമധാരികളും തന്നെയാണ്.
നമുക്ക് ഹരിയാനയിൽ പിടിയിലായ 4 ഡോക്ടർമാരുണ്ടല്ലോ, 4 ഡോക്ടർമാരിൽ ഒരു വനിതാ ഡോക്ടറാണ്, മുസ്ലിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇസ്ലാമിക പ്രീണനം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ ലഘൂകരിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം തീവ്രവാദം എന്ന് തന്നെ അക്ഷരം തെറ്റാതെ നമ്മൾ പറയേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ പിടിയിലായിരുന്ന 3 മുസ്ലിം തീവ്രവാദികൾ ചെയ്ത പ്ലാനിങ് എന്തെന്നറിയാമോ? അത് അരുൺ എന്ന് പറയുന്ന, അരുൺ സോമനാഥൻ എന്ന് പറയുന്ന ആള് അത് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ഭീകരതയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാം ആവും. നോക്കൂ, ഇത് പറയുന്നു, വെള്ളക്കോളർ ഭീകരവാദം ഇന്ത്യയിൽ പിടിക്കപ്പെടുമ്പോൾ ഈ ഭീകരവാദത്തിന് പേരിട്ടിരിക്കുന്നത് വൈറ്റ് കോളർ ടെററിസം എന്നാണ്. അതായത് ഡോക്ടർമാരും അധ്യാപകന്മാരും അടക്കമുള്ള വൈറ്റ് കോളർ ജോബ്, ആരും സംശയിക്കാത്ത രീതിയിൽ ഉന്നത ജോലി ചെയ്യുന്ന, ഉന്നത പദവിയിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മുസ്ലിം ഇന്നിപ്പോ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരാൾ വന്ന് ചോദിച്ചു, ഇവരെന്തിനാ പഠിച്ച് ഡോക്ടർ ആകുന്നത് എന്ന് മനസ്സിലായോ? ആരും സംശയിക്കാതെ ഇവരുടെ ഭീകരതകളും ഇന്ത്യ വിരുദ്ധതകളും അന്യമത വിരോധങ്ങളും നടപ്പിലാക്കാനുള്ള ഒരു സോഴ്സ്, ഒരു ഉറവിടമാണ് ഇത്തരം വൈറ്റ് കോളർ ജോബുകൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വെള്ളക്കോളർ, വൈറ്റ് കോളർ ഭീകരവാദം, ടെററിസം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ പിടിക്കപ്പെട്ട ഭീകരവാദികളിലെ ഒരു ഡോക്ടർ ഡൽഹിയിൽ വൻ കൂട്ടക്കൊല നടത്തുവാനായി ജൈവായുധം ഉപയോഗിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു എന്ന് കേട്ടപ്പോഴാണ് നട്ടെല്ലിലൂടെ ഒരു പൊള്ളിയാൻ പാഞ്ഞത്. ഇതുവരെ സിനിമകളിലോ സീരീസിലോ ഒക്കെ കണ്ടിരുന്ന ഒരു മാരക ഭീഷണി നമ്മുടെ നാട്ടിൽ പിടിക്കപ്പെടുന്നു എന്ന് എത്ര അലാമിംഗ് സിറ്റുവേഷൻ ആണ്. നോക്കൂ, ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ ജൈവായുധം പ്രയോഗിക്കാൻ ഈ മുസ്ലിം ഭീകരവാദികൾ തയ്യാറെടുത്തു. ഇപ്പോ നേരത്തെ പറഞ്ഞില്ലേ, രാമക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം, ഇതൊക്കെയാണ് ഇവര് ലക്ഷ്യം വെച്ചിരുന്നത് എന്ന് പറഞ്ഞതും റാഷിദ് അബ്ദുള്ളയുടെ വോയിസും തമ്മിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. ഇനി അലിയാർ കാസിമിയുടെ ആ ഒരു ശബ്ദ സന്ദേശവും കൂടി നിങ്ങൾ എടുത്തു നോക്കിക്കേ. കേരളം ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമായിട്ടുണ്ട്. അമുസ്ലിങ്ങൾ നമ്മളുടെ ശത്രുക്കളാണ്. ആ ബഹുദൈവ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, യഹൂദർ, അവർ നമ്മുടെ ശത്രുക്കളാണ്. അവരോട് ഒരു രൂപത്തിലും നമ്മൾ യോജിച്ചു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭീകരത എത്രമാത്രം ഭയാനകമാണ് എന്ന് ചിന്തിച്ചു. ഇതിനെ അങ്ങനെ വെറുതെ ലളിതവൽക്കരിച്ച് വിടേണ്ടുന്ന ഒരു സംഗതിയല്ല ഇത്. ഇവര് ഈ കേരളത്തെ ഈ രൂപത്തിൽ വലയം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, കേരളത്തിലെ ഈ ഭീകരത നമ്മുടെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം ഭീഷണിയിലാണ്, എത്ര വലിയ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഈ കേരളം പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഡൽഹിയില്, യുപിയില്, കാശ്മീരില്, അസമില്, ഉത്തരാഖണ്ഡില്, അയ്യോ അതൊക്കെ അവിടെയല്ലേ, പഞ്ചാബില് അത് അവിടെയല്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ ആബിദ് അടിവാരത്തെ പോലെയുള്ള, മുഹമ്മദ് സനൂഫിനെ പോലെയുള്ള വേറെ ചില യുവ ഭീകരന്മാരുണ്ട്. അവരെയൊക്കെ പോലെയുള്ള ആളുകൾ ഈ കേരളത്തിൽ നിരന്തരം ഇതുപോലെയുള്ള വിഷവാതകങ്ങൾ തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചു മിണ്ടാതിരിക്കണം. ഈ ഭീകരന്മാരെ കണ്ടില്ലെന്ന് നടിച്ച് കേരളത്തെ എത്രമാത്രം ഭീകരത വലയം ചെയ്തിരിക്കുന്നു എന്ന് നോക്കിക്കോ. അതിൽപ്പെട്ട 4 എണ്ണത്തെ പിടിച്ചപ്പോൾ ആ ബാക്കിയുള്ള ഒരുത്തനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡൽഹിയിൽ ഇവൻ കാർ പൊട്ടിച്ച് ചത്തത്. ഇവനെ എന്തായാലും പിടികൂടുമെന്ന് ഉറപ്പായപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഇവന് സ്വർഗം കിട്ടാൻ വേണ്ടി കുറച്ച് നിരപരാധികളെയും കൂട്ടിക്കൊണ്ട് ബോംബ് പൊട്ടിച്ച് ചത്തു. ആ ഭീകരന് വേണ്ടി ഇവിടെ മോദിയെയും അമിത്ഷായെയും തെറി വിളിക്കുന്ന സഹമുറിയന്മാരോട് പറയാനുള്ളത്, നിങ്ങളും അവരിൽപ്പെട്ട ഒരുത്തൻ തന്നെയല്ലേ മലയാളിയായിട്ടുള്ള മുസ്ലിമെ എന്ന് പറയാൻ ഇവിടെ നാണക്കേടുണ്ട്. നീയൊക്കെ മലയാളി ആണല്ലോ എന്ന് കാണുമ്പോൾ അപമാനമുണ്ട്. ഈ ഭാരതത്തിന്റെ ഉപ്പും ചോറും നക്കിയിട്ട് ഈ ഭാരതത്തിനെതിരെ ഈ ഭീകരവാദികൾ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ നീയൊക്കെ ഈ പറയുന്ന നരേന്ദ്രമോദിയോടും RSSനോടും BJPയോടും ഹിന്ദുത്വ സംഘടനകളോടും ഹിന്ദുക്കളോടുമുള്ള നിന്റെയൊക്കെ മനസ്സിലെ കിതാബിൽ പഠിച്ച കാഫിറുകളോടുള്ള വിരോധമുണ്ടല്ലോ, അത് നീ രാജ്യത്തിനെതിരെ ഇത്തരത്തിൽ ആക്രമണം നടക്കുമ്പോഴും പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നീയും അവരിൽപ്പെട്ട ഒരുത്തൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ഭീകരവാദി ഇപ്പൊ ആബിദ് അടിവാരമടക്കമുള്ള നേതാക്കന്മാരൊക്കെ നേതൃത്വം നൽകുന്നുണ്ട് ഈ തീവ്രവാദികൾക്ക്. ഏതെങ്കിലും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളെന്ന് അല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ പിടിക്കപ്പെടുന്ന തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാകുമ്പോൾ എങ്ങനെയാണ് മുസ്ലിങ്ങളെ നിങ്ങൾ കുറ്റം പറയാതിരിക്കാനാവുക? നിങ്ങൾ സ്വയം തിരുത്താൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നാളെ ലോകം ഏത് കണ്ണോടുകൂടിയായിരിക്കും കാണുക? നിങ്ങൾ പറയുന്നു വളരുന്ന മതം, എന്ത് വളർച്ചയാണോ നേടിയിട്ടും കാണിക്കുമ്പോൾ ലോകത്തിന് മുൻപിൽ നിങ്ങളുടെ വളർച്ച ഇങ്ങനെയാണ് അതെന്തിനു തുല്യമാണ് എന്ന് ഇനിയും മനസ്സിലാക്കാത്ത നല്ല മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ചിന്തിക്കുക, പെരുമാറുക. ഇനി ഇത് വരുന്നു
ചൈനയിൽ നിന്നും MBBS ബിരുദം നേടിയ ഡോക്ടർ അഹമ്മദ് മൊഹീദ്ദീൻ സയ്യിദ് വളരെ കാലമായി തന്റെ വൈദ്യശാസ്ത്ര പരിജ്ഞാനം ഉപയോഗിച്ച് ആവണക്കിൽ നിന്ന് റിസിൻ എന്ന മാരക ജൈവായുധം വേർതിരിച്ചെടുത്തു വരുന്നു. ആലോചിച്ച് നോക്കും, ആവണക്കിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ആവണക്കിൽ നിന്ന് റിസിൻ എന്ന മാരക ജൈവായുധം ഇത് പ്രകൃതിയിലേക്ക് തുറന്നു വിട്ടാൽ, അതല്ലെങ്കിൽ ഇപ്പൊ ഡൽഹി, അഹമ്മദാബാദ്, ലക്നൗ എന്നിവിടങ്ങളിൽ വെള്ളത്തിൽ കലർത്തിയോ ക്ഷേത്ര പ്രസാദത്തിൽ കലർത്തിയോ വിഷബാധയുണ്ടാക്കി വൻ കൂട്ടക്കൊലയ്ക്കായിരുന്നു ഈ നികൃഷ്ട മുസ്ലിം പ്ലാനിട്ടിരുന്നത് എന്നതാണ് വാർത്ത. നമുക്ക് ക്ഷേത്രങ്ങൾ സംബന്ധിച്ച് കുളമായാലും അതല്ലെങ്കിൽ കിണറായാലും പ്രസാദമായാലും ഇത്തരത്തിൽ ഇതിൽ ഈ പറയുന്ന റിസിൻ എന്ന് പറയുന്ന ഈ മാരക ജൈവായുധം അത് കലർത്തി കൊല്ലാനായിരുന്നു ഇവന്റെ പ്ലാൻ. അങ്ങനെ ഇരിക്കുകയാണ് ഈ 4 ഭീകരന്മാരെയും ഇന്റലിജൻസ് റിപ്പോർട്ടിന് പ്രകാരം പിടിച്ചത്. അതിൽപ്പെട്ട ഒരുത്തനാണ് ഈ കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടി കുറച്ച് ആളുകളെയും കൊന്നൊടുക്കി 11ഓളം പേർക്ക് മരിച്ചു, ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. അവൻ ആ സ്വർഗം കൂകി ഈ ഹൂറിയെ കിട്ടാൻ വേണ്ടി അവന്റെ പൊട്ടിത്തെറിച്ച കൂട്ടത്തിൽ അവന്റെ ലിംഗം സംരക്ഷിക്കാൻ വേണ്ടി ഇരുമ്പ് ചെട്ടിയും ഇട്ട് പൊട്ടിത്തെറിച്ച ആ ഭീകരവാദി സ്വർഗം പൂകിയപ്പോൾ അവിടെ തുടുത്ത മാറിടമുള്ള സ്ത്രീകളുമായി രമിക്കുമ്പോൾ നിരപരാധികളായുള്ള 11 ആളുകൾ ഇനി മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ഈ നിരപരാധികളെ ദ്രോഹിച്ചിട്ട് സ്വർഗം കൊടുക്കുന്ന ഒരു പടച്ചോനുണ്ടെങ്കിൽ ആ പടച്ചോനെ നമ്മൾ പടച്ചോനെ എന്നല്ല ചെകുത്താനെ എന്നാണ് വിളിക്കുക എന്ന് ഏതൊരാൾക്കും പറയാൻ പറ്റും. ഇവരുടെ ആ ചെകുത്താൻ ഓഫർ നൽകുന്ന ആ സ്വർഗം കണ്ടുകൊണ്ട് നമുക്ക് ചുറ്റും ഇവരുണ്ട് എന്നുള്ള ബോധ്യം ഓരോ കാഫിറിനും ഉണ്ടായിരുന്നത്. ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടവിഷബാധയായിരിക്കും ആകുമായിരുന്ന ഒന്ന് നടപ്പിലാക്കുന്നതിനായി തയ്യാറെടുത്തിരുന്ന ഇവരെ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. നമുക്ക് ബോധവും പൊക്കണവും ഇല്ലാത്തവൻ ദൈവത്തിന്റെ പ്രീതിക്കെന്ന് ധരിച്ച് സ്വയം പൊട്ടിത്തെറിച്ച് തന്നെയും തനിക്ക് ചുറ്റും തന്നോടൊരു ശത്രുതയില്ലാത്തവരെയും ബലി കൊടുക്കുന്നത് പോലെ ഒരു ഏർപ്പാടല്ലത്. റിസിൻ കാസ്റ്റർ ബീൻസിൽ നിന്നാണ് അതിന്റെ ആ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട് വരുന്നത്. മൈക്രോഗ്രാമിൽ പോലും ഇത് മാരകമാണ്. ഇത് 60 റെസോസോം, അതിന്റെ അളവൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഇത് കഴിച്ചാൽ അല്ലെങ്കിൽ ഇത് ശരീരത്തിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ലക്ഷണം എന്തൊക്കെയാണെന്ന് അറിയാമോ? കഴിക്കൽ, രക്തരൂക്ഷിതമായുള്ള ഛർദി, വയറിളക്കം, ശ്വസനം, ചുമ, ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ചുമ, ശ്വാസതടസ്സം, പിന്നെ കുത്തിവെപ്പിലൂടെയാണെങ്കിലോ പ്രാദേശിക നൈക്രോസിസ്, മൾട്ടി ഓർഗൻ ഫെയിലർ. ഇനി ഇത് ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 36 മുതൽ 72 മണിക്കൂർ, അതായത് 3 ദിവസത്തിനുള്ളിൽ മാക്സിമം മരണപ്പെടും. ഇതിന് തിരിച്ച് ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് മറുമരുന്നില്ല ഈ പറയുന്ന ജൈവായുധത്തിന്. അത് തന്നെയാണ് ഇവരുടെ ഈ പരീക്ഷണത്തിനും കാരണം. കാരണം എന്താ, ഡോക്ടറായാലും അധ്യാപകനായാലും ഇവരൊക്കെ തീവ്രവാദം ആ ഒരു ഭീകരത വളർത്താൻ വേണ്ടി പൊട്ടകം പഠിച്ച പുസ്തകത്തിലേത് നടപ്പിലാക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഡോക്ടറെ വിശ്വസിക്കുക, എങ്ങനെയാണ് നമ്മൾ ഒരു അധ്യാപകനെ വിശ്വസിക്കുക എന്ന് ഓരോ കാപ്പിലും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്വയം പ്രതിരോധിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. സംശയത്തിന്റെ കണ്ണോടുകൂടി മാത്രമേ നമ്മൾക്ക് ഓരോ സ്റ്റെപ്പും ഓരോ കാലടിയും മുന്നോട്ട് വെക്കാനാവുകയുള്ളൂ. ആ അവസ്ഥയിലേക്ക് ഈ തീവ്രവാദികൾ വളർന്നിരിക്കുന്നു, ഈ നാടിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഈ വീഡിയോയ്ക്ക് താഴെയും വന്നിട്ട് തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിം തീവ്രവാദികൾ വന്ന് കമന്റ് ഇടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവന്മാരെ നമ്മൾ നോക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളായാലും നമ്മുടെ സ്ത്രീജനങ്ങളായാലും ഇവനൊക്കെ കാണുന്ന കണ്ണ് ഏതാണ് എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അന്യനെ കൊന്നാൽ അതല്ലെങ്കിൽ അന്യന്റെ സ്ത്രീയെ ഭോഗിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ആ കിതാബും അത് പഠിപ്പിക്കുന്ന ദൈവവും അത് പഠിപ്പിക്കുന്ന വിശുദ്ധ പുസ്തകവും ഒക്കെ എത്രത്തോളമാണ് ഈ മുസ്ലിങ്ങളെ മാറ്റിയെടുക്കുന്നതെന്ന് ചിന്തിക്കാൻ ഓരോ കാഫിറുമാവട്ടെ. ഇനി പറയുകയാണ്, ഇതിലെ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമുകൾ ഗവൺമെന്റ് അതിശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ആണിത് കാണിക്കുന്നത്. ഒപ്പം സ്വതന്ത്ര നിരീശ്വര ചിന്തകളെ ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. മതവിമർശനം പ്രോത്സാഹിക്കപ്പെടുകയും മതനിന്ദയ്ക്കുള്ള ശിക്ഷ ഒഴിവാക്കുകയും വേണം. മതം പ്രചരിപ്പിക്കാനുള്ള മതപരിവർത്തനത്തിലുള്ള സ്വാതന്ത്ര്യം പോലെ മതത്തെ തള്ളിക്കളയാനും ആശയപരമായ നിന്ദയ്ക്കും മതനിന്ദയ്ക്കുമുള്ള സ്വാതന്ത്ര്യം കൂടെ വേണം. നമുക്ക് മതം വ്യാപകമായി വിമർശിക്കപ്പെടുന്ന കേരളത്തിൽ ഇപ്പോൾ ഈ 2025 എത്തി നിൽക്കുമ്പോൾ വളരെ കുറവാണ് റാഡിക്കലൈസേഷൻ എന്ന് മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് രാഷ്ട്രീയക്കാർ പോലും പഴയ പോലെ ശക്തമായി ഇരവാദം ഉന്നയിച്ചു വരുന്നത് ഇപ്പോൾ കുറവാണ്. ഒറ്റപ്പെട്ട ന്യായീകരണങ്ങൾ വിസ്മരിക്കുന്നില്ല. എങ്കിലും നമ്മളെ ഭയപ്പെടുത്തിയിരുന്ന തരം ലിബറൽ ഊളത്തരവും പിന്തുണയും പഴയതിനേക്കാൾ ഇപ്പോൾ കുറവാണ്. കാരണം മതം കയ്യിലെടുത്ത് തൂക്കി നോക്കുമ്പോൾ കൈവിറക്കാത്ത നാസ്തിക ചിന്തകൾ കൂടി വരുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീവ്രവാദത്തിനെതിരെ ഗവൺമെന്റ് ഫോഴ്സ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. തലച്ചോറുകൾ പെട്ടുപോകുന്ന ആ ആശയത്തിനെതിരെ ആശയം കൊണ്ടും ആക്രമിക്കണം. ഇതിൽ ഇനിയും അമാന്തം പാടില്ല. അരുൺ സോമനാഥൻ എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈലിൽ നിന്ന് കണ്ടതാണ് ഞാൻ ഈ പോസ്റ്റ്. അത്രയ്ക്കും മാരകമായിട്ടുള്ള 4 മുസ്ലിം തീവ്രവാദികളാണ് പിടിക്കപ്പെട്ടത്. അതിലൊന്ന് സ്ത്രീയാണ്. 5-ാമത്തവനെ പിടിക്കാൻ വേണ്ടി പോലീസിന്റെ അന്വേഷണം വ്യാപിച്ച സമയത്താണ് ഈ ഡൽഹിയിൽ ബോംബ് പൊട്ടിച്ചുകൊണ്ട് കുറച്ച് സഹജീവികളെയും കൊന്നൊടുക്കിക്കൊണ്ട് അവൻ സ്വർഗം പോകിയത് ആ മുസ്ലിം തീവ്രവാദി എന്ന് പറയേണ്ടതുണ്ട്. உங்களுடைய ஆதார் கார்டுல உங்க பேரு ഇത്തരക്കാരെ സൈബർ സെല്ലിന് കണ്ടെത്താൻ കഴിയും. സൈബർ സെല്ല് കണ്ടെത്തിക്കൊണ്ടിരിക്കുവാണ്. അതിലൊരാളാണല്ലോ ആബിദ് അടിവാരം. അവനിട്ട പോസ്റ്റിനാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്. അത് അവനെ അറസ്റ്റ് ചെയ്തപ്പോഴാണല്ലോ കേരളം മുഴുവനും ആബിദ് അടിവാരം ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്ന് ഈ രാജ്യത്തിനെതിരെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന കൊടും ഭീകരനും തീവ്രവാദിയുമാണ് എന്ന് കണ്ടെത്തിയതും അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ.
കുറച്ച് സഹജീവികളെയും കൊന്നൊടുക്കിക്കൊണ്ട് അവൻ സ്വർഗം പോകിയത് ആ മുസ്ലിം തീവ്രവാദി എന്ന് പറയേണ്ടതുണ്ട്. ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ മുസ്ലിം തീവ്രവാദത്തിനെതിരെ കൃത്യമായിട്ടും പ്രതിരോധിക്കേണ്ട, അല്ലെങ്കിൽ അത് തള്ളിക്കളയേണ്ട മുസ്ലിങ്ങൾ അത് തള്ളിക്കളയാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടും ഇവിടുത്തെ ഹിന്ദുത്വ BJP RSSനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിനെതിരെ നിലപാടെടുക്കുന്ന ആളുകളെ ന്യായീകരിക്കുമ്പോൾ, മുസ്ലിം ഭീകരവാദികളെ ന്യായീകരിക്കുമ്പോൾ നീയും അവരിൽപ്പെട്ട ഒരു തീവ്രവാദി മുസ്ലിം തന്നെയാണെന്ന് ഉറക്കെ നമ്മൾ മുഖത്ത് നോക്കി പറയണം. എങ്കിൽ മാത്രമേ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുള്ളൂ. എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരല്ല എന്നാണ് നമ്മൾ പറയാറുള്ളത് പൊതുവെ. കാരണം ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, അവരാരും ഈ തീവ്രതയെ അംഗീകരിക്കുന്നവരല്ല. പക്ഷേ അവരുടെ മൗനം ഇവരെ വളർത്തിക്കൊണ്ടുവരുക. ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് സ്കോളർഷിപ്പിന്റെ ആനുകൂല്യങ്ങൾ പറ്റി ഇവർ ഡോക്ടറായും എഞ്ചിനീയറായും കളക്ടറായും അധ്യാപകരായും ഒക്കെ ഈ രാജ്യത്തിനെതിരെ ഭീകരവാദം നടത്തുന്നു, തീവ്രവാദം നടത്തുന്നു, ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ മറുഭാഗത്തുണ്ട്. ഈ തീവ്രവാദികളെ എതിർത്ത് തോൽപ്പിക്കാൻ, ഈ തീവ്രവാദികളെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ, ഇവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല എന്ന് പറയാൻ ബഹുഭൂരിപക്ഷം വരുന്ന സൈലന്റ് ആയിട്ട് നിൽക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾ, ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർക്ക് സാധിക്കാതെ പോകുന്നു. മെഡിക്കൽ രംഗവും ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളും ഒന്നും ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെയായി. തൊഴിലിനും ഒക്കെ സംവരണം നൽകി, വിദ്യാഭ്യാസത്തിന് സംവരണം നൽകി ഇന്ന് ഇവർ ഈ രാജ്യത്തെ തന്നെ ഏറ്റെടുക്കുന്ന രൂപത്തിലേക്കാക്കി മാറ്റി ആയി മാറിയിട്ടുണ്ട്. മദ്രസ പഠനങ്ങൾ, നമ്മുടെ നികുതി പണത്തിൽ ഇവരെ ഒരു മതത്തിനെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്നു, അന്യമത വിരുദ്ധതകൾ പഠിപ്പിക്കുന്നു, വേശ്യാലയത്തിലേക്ക് വേണ്ടുന്ന റിഹേഴ്സലുകൾ മദ്രസാധ്യാപകർ മദ്രസകളിൽ കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഒരുപാട് ശിശുപീഡനങ്ങൾ, ബലാത്കാരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മൈനോരിറ്റിയുടെ ആനുകൂല്യങ്ങൾ പിടിച്ചുപറ്റി ഇവർ ഈ രൂപത്തിൽ ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് 100% അമുസ്ലിങ്ങൾ ഇസ്ലാമിനെ വെറുക്കുന്നതും എല്ലാ മുസ്ലിങ്ങളുടെ ഉള്ളിലും ഓരോ ഭീകരൻ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇല്ല, അത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. കാരണം ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഈ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം ദയനീയമാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഭൂരിപക്ഷം വരുന്ന യഥാർത്ഥ മുസ്ലിങ്ങളുടെ മൗനവും, അവരെ പെയിന്റടിച്ച് അവരുടെ ഈ ഭീകരതകളെ ന്യായീകരിച്ച് നമ്മളെ തെറി വിളിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടല്ലോ, ഇവരെയൊക്കെ തളയ്ക്കണമെങ്കിൽ ആദ്യം മദ്രസ ആലയങ്ങളിൽ നിന്ന് ഇവരെ തളച്ചു തുടങ്ങണം. ഇവരിപ്പോ ന്യൂനപക്ഷമല്ലല്ലോ. അലിയാർ കാസിമി പറഞ്ഞതുപോലെ നമ്മൾ ഭൂരിപക്ഷമായില്ലേ? 100% ഈ ഭീകരന്മാരിൽ നിന്ന് ഒരടിയല്ല 9 അടി അകലം പ്രാപിച്ചു നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ, ഈ വർഗത്തിലെ ഡോക്ടർമാരെ നമ്മൾ ജാഗ്രതയോടുകൂടി നോക്കിയിട്ടില്ലെങ്കിൽ, മദ്രസകളിൽ പഠിച്ചവരാണോ നിങ്ങൾ എന്ന് നോക്കി മനസ്സിലാക്കി എനിക്ക് ഇവരിൽ നിന്നും ചികിത്സകൾ വേണ്ട എന്ന് പോലും പറയേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമായിട്ടുണ്ട്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ മതം നോക്കേണ്ടുന്ന, പേര് ചോദിക്കേണ്ടുന്ന ഒരു സ്ഥിതി. കേരളത്തിലെ മുസ്ലിങ്ങളെ ഇത്രയും തീവ്രവാദികളാക്കി വളർത്തിക്കൊണ്ടുവന്നതിൽ ഇടതനും വലതനും സെക്യുലറിസ്റ്റുകളും ചേർന്ന് നടത്തിയ ഈ മതപ്രീണനമുണ്ടല്ലോ, അത് ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാബിദ് അടിവാരമല്ല. ഇവന്റെ അടിവാരം നരേന്ദ്രമോദി തീർത്തോളും, മോദി പോലീസുകാർ അത് വേറെ. NIA ഇവന്റെ അടിവാരം തോണ്ടിയിട്ടുള്ളത് പോട്ടെ. ഈ തീവ്രവാദികളായിട്ടുള്ള ഭീകരന്മാർ നമുക്കിടയിൽ ധാരാളമുണ്ട് എന്ന വസ്തുത മറക്കരുത്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ഹൈന്ദവ നേതാവ് പറഞ്ഞത്, ഇസ്ലാമിക സർവകലാശാലകൾ പിക്കാസുകൾ ഉപയോഗിച്ച് അടിച്ചു തകർക്കണമെന്നാ പറഞ്ഞത്. ഇവന്മാരെ വളരാൻ അനുവദിക്കരുത് എന്നാ പറഞ്ഞത്. ചിന്താശേഷിയില്ലാത്ത, സഹജീവികളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത, മതം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഇവന്മാര് പഠിച്ച് ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും ഒരു കാര്യവുമില്ല. കാരണം തലച്ചോറിലുള്ളത് ഈ ക്യാൻസറാണ്. മദ്രസകൾ, പർദ്ദകൾ, ഹലാലുകൾ, ഹിജാബുകൾ, ബാങ്കുവിളി, എന്തൊക്കെയാണ് ഇവർ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. വന്ദേ മാതരം പറ്റില്ല, ജയ് ഹിന്ദ് പറ്റില്ല, ഭാരത് മാതാ കീ ജയ് പറ്റില്ല, ജനഗണമന പറ്റില്ല. ഇവന്റെയൊക്കെ കണ്ടുപിടിച്ച് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റണം. ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്ത് ഫ്രീ ആയിട്ട് പാകിസ്ഥാന്റെ ബോർഡറിൽ കൊണ്ട് ഇറക്കി കൊടുക്കണം. ഇതുപോലെയുള്ള ഒരുപാട് അടിവാരങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്.
ഈ അടിവാരങ്ങളെയൊക്കെ ആര് കണ്ടെത്തും എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഈ അടിവാരങ്ങളെ ഇഴകീറി പരിശോധിച്ച് വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെ ഇവരുടെ മുമ്പിൽ വർഗീയവാദികൾ, വിഘടനവാദികൾ, നമ്മൾ പരസ്പരം കലഹമുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, അതെ, ഒരു കലാപം ഒഴിവാക്കാൻ ഒന്നുകൂടി 1921 ഈ ഇന്ത്യ മഹാരാജ്യത്ത് സർവോപരി ഈ കേരളക്കരയിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ വിഭാഗത്തെ ജാഗ്രതയോടുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇവരെ നമ്മൾ നിരന്തരം വീക്ഷിക്കണം. ഇപ്പൊ നോക്ക്, 4 ഡോക്ടർമാർ, അയ്യോ, ആരും അവരെ സംശയിക്കാൻ പോകുന്നില്ലല്ലോ. പാവങ്ങള്, ആരും അവരെ സംശയിക്കത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ അവരീ ചെയ്തത്, അല്ലേ? ഈ ഒരു ആബിദ് അടിവാരത്തെ പൂട്ടിയത് കൊണ്ട് കാര്യമില്ല. മറിച്ച് ഇവരിലെ എല്ലാ അടിവാരങ്ങളും തോണ്ടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുവരണം. അതിന് ഈ അമുസ്ലിങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറിജിനൽ തീവ്രവാദികൾ നമ്മുടെ ലൈവിൽ വരും. നമ്മുടെ ഒറിജിനൽ തീവ്രവാദികളാണ് നമ്മുടെ ലൈവിൽ വന്നിട്ട് ഇവന്മാരെയൊക്കെ വെള്ള പൂശിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോ ഈ ഡൽഹി സ്ഫോടനത്തില് ആഹ്ലാദിച്ച്, ആഹാ, ഒരു പൊട്ടിത്തെറി ഡൽഹിയിൽ നടന്നു, ബാക്കി 32 പിന്നാലെ ഉണ്ടല്ലോ. 32 കാറുകളും ഓരോ കാറിലും 2 പേരെ വീതം പൊട്ടിത്തെറിക്കാൻ സ്ഫോടക വസ്തുക്കളുമായി കാത്തു നിൽക്കുവാണ്. അപ്പിക്കുപ്പായക്കാരികളായ പേറുയന്ത്രങ്ങൾ 73ാമത്തെ ഹൂറി പദത്തിനു വേണ്ടി മത്സരിക്കാൻ കാത്തു നിൽക്കും. ഇവളുമാരൊക്കെ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവിന്റെ അനന്തരവളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ച് കാക്ക എങ്ങനെയാണ് അവിടെയൊക്കെ സ്ഫോടനം നടത്തിയിരുന്നത്, എനിക്കും അതൊക്കെ നടത്താൻ ആഗ്രഹമുണ്ടെന്ന് ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ കയറി ചെന്നതാ. ഡൽഹിയിൽ ഒരു സ്ഫോടനം നടന്നത് രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട് നരേന്ദ്രമോദിയുടെ പിഴവാണ് എന്ന് വരുത്തി തീർത്ത് നരേന്ദ്രമോദിയെ രാജിവെപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ആളുകളെ ഒന്നൊന്നായി പൊക്കിക്കൊണ്ടിരിക്കുക. വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഭീകരന്മാർ ഒന്നൊന്നായി ജയിലിലേക്ക്. എല്ലാരെയും സുരക്ഷാ സേന പിടികൂടിക്കൊണ്ടിരിക്കുക. ഇന്ന് സോഷ്യൽ മീഡിയകൾ ജാഗ്രതയോടുകൂടി ഇന്റലിജൻസ് പരിശോധിക്കുക. മോദിയാണ് ഇതിന് പിന്നിലെന്ന്. ആ ഭീകരന്മാരെയൊക്കെ പൊക്കി. അതിലൊരാളാണ് ഈ ആബിദ് അടിവാരം. ഡൽഹിയിലേക്ക് നോക്കി ചിരിച്ച ആളുകളുണ്ടല്ലോ. ഹമാസ് ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയ സമയത്തുണ്ടാക്കിയ ആയുസേ ഉള്ളതിന് കേട്ടോ. ഒക്ടോബർ 7 2023 ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഹമാസ് ഭീകരർ 1400 പേരെ കൊന്ന് ഇസ്രായേലിൽ ചോരപ്പുഴ ഒഴുക്കിയിട്ട് 2.5 വർഷമാണ് ആ ഡാഷിന്റെ മക്കൾ കരഞ്ഞത്. താഴെ നിർത്തിയിട്ടില്ല നെതന്യാഹു ടീം. പിന്നീട് ചുമന്ന ചായമൊക്കെ പൂശി സ്വന്തം കുഞ്ഞുങ്ങളെ വെള്ളത്തുണിയിൽ പൊതിപ്പിച്ച് മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് കൊണ്ടുവന്ന് നിർത്തി കരയുക. നോക്കിയപ്പോ കുഞ്ഞുങ്ങൾ അവിടെ ചൊറിയുന്നു, കുഞ്ഞുങ്ങൾ കയ്യും കാലും അനക്കുന്നു. ഇത്രയും നികൃഷ്ട ജന്മങ്ങൾ ജീവിച്ചിരിക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ വെള്ളത്തുണിയിൽ പൊതപ്പിച്ച് ചുമന്ന ചായം പൂശിയിട്ട് മൂക്കിൽ പഞ്ഞി വെച്ച് എടുത്തു വെച്ച് എന്റെ കുഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരയാൻ സാധിക്കുന്ന ഈ ഭൂമിയിലെ ഏക ഭീകരർ ഇവരാണ്. ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ അതിന്റെ ഡെപ്യൂട്ടി സ്പീക്കറോ അതിന്റെ എന്തോ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാ, ചെയർമാനോ എന്തോ ആണ്. എന്തായിരുന്നാലും ആ ഭീകര സർവകലാശാലയുടെ ഉടമയാണ് ഈ ഭീകരൻ. അവനെയാണ് ആദ്യം ഇടിപ്പൊക്കിയത്. അഹമ്മദ് സിദ്ദീഖ് എന്നാണ് അവന്റെ പേര്. അവന്റെ മുഖം നിങ്ങളൊന്ന് കണ്ടു നോക്ക്, അപ്പൊ നമുക്ക് മനസ്സിലാകും ആ ഭീകരതയുടെ ആഴവും പരപ്പും. ആ ഡോക്ടർമാരുടെയൊക്കെ നിഷ്കളങ്കത നിങ്ങൾ കണ്ടില്ലേ? ഭയങ്കര നിഷ്കളങ്കത ഉള്ള ആൾക്കാരാ, നിഷ്കളങ്കന്മാരാ, പാവം. ആരെയെങ്കിലും ഒക്കെ ഒന്ന് പൊട്ടിക്കണം, ഒരു സമാധാനത്തോടു കൂടി ജീവിക്കണം. ആഹാ, ഇവന്റെ സ്ഥാപനത്തില് ഇവൻ ഇത്തരം വിഷജന്തുക്കളെയാണ് വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. 4 പേരാണോ 40 പേരാണോ? ഇനി ആരെയൊക്കെയാണ് പൊട്ടിത്തെറിപ്പിക്കാൻ പോകുന്നത്? ഇയാൾ കൊടും ക്രിമിനൽ ആണെന്നും
7.5 കോടി രൂപയാണ് അനധികൃതമായി ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നതെന്നും ED കണ്ടെത്തി. ഈ ഭീകരന്മാരെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ നാടിനെ നടുക്കുന്ന ഈ ഭീകരതയെ കുറിച്ച് പറയുമ്പോൾ, ചാറ്റ് ബോക്സിൽ വന്നിട്ട് അനാവശ്യം പറയുന്ന ഭീകരന്മാർ ഇവന്റെ ഒക്കെ മാമാടെ മക്കളാണ്. അവന്മാർ ഇതല്ല ഇതിന്റെ അപ്പുറം പറയുകയും ചെയ്യും. പിന്നെ ജിഹാദികളെ കുറിച്ച് പറയുമ്പം പിന്നെ ജിഹാദികളല്ലാതെ പിന്നെ ആര് വരും? ഈ ജിഹാദികൾ ചെയ്യുന്ന രാജ്യവിരുദ്ധതകളെ കുറിച്ചിട്ടല്ലേ സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ ഭീകരന്മാര് ഒന്നൊന്നായിട്ട് കയറി വരാതിരിക്കുമോ നമ്മളെ തെറി പറയാൻ? ഇന്ന് അമുസ്ലിങ്ങൾ ഒരുപാട് ഉണർന്നിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒന്നുമല്ല, പോപ്പുലർ ഫ്രണ്ടിനൊരു ലക്ഷ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ത്യ രാജ്യത്ത് അവസാന RSSകാരന്റെ ശ്രമപ്പറ്റിയും ആണിയടിക്കുന്നത് വരെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോരാട്ടത്തിന്റെ മാർഗത്തിലുണ്ടാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് RSSകാരെ കരുതി തന്നിരുന്നു. ആ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ ഇവിടത്തെ ഇന്ത്യയിലെ ഭരണകൂടം വിചാരിച്ചു നടന്നിട്ടില്ല. ഇവരാരും വിചാരിച്ച് നടക്കാത്ത ആരാന്റെ സംഘടന, ആ സംഘടനയാണ് വെല്ലുവിളിക്കാൻ പോകുന്നത്. ഈ RSSന്റെ പ്രസ്ഥാനം ഒരുമിച്ചങ്ങ് ഇറങ്ങണ്ട, അങ്ങനെ ഇറങ്ങണ്ട. ഞങ്ങളുടെ സായം ശാഖയിലുള്ള പിള്ളേരുണ്ട്, ആ പിള്ളേർ ഒരുമിച്ച് വന്നാണ്ടല്ലോ LDF നടത്താൻ ഒറ്റ മണിക്കൂർ കൊണ്ട് ഇവിടെ തീർക്കാനുള്ള സാധനം ഈ LDF എന്ന് പറഞ്ഞ സാധനമുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ വലിയ വെറുതെ ഒന്നുമല്ല, പോപ്പുലർ ഫ്രണ്ടിനൊരു ലക്ഷ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ത്യ രാജ്യത്ത് അവസാന RSSകാരന്റെ ശ്രമപ്പറ്റിയും ആണിയടിക്കുന്നത് വരെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോരാട്ടത്തിന്റെ മാർഗത്തിലുണ്ടാകും ഇൻഷാ അല്ലാഹ്. ഈ പോപ്പുലർ ഫ്രണ്ട് ഇന്ന് തീഹാർ ജയിലിൽ കിടന്ന് കൊതുകടി കൊള്ളുക. ഒരുത്തൻ പുറത്തു വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? പർദ്ദയും മക്കനെയും ഒക്കെ ഇട്ട് രാത്രി ടോർച്ച് അടിച്ച് വന്നതാ വീട്ടിൽ വെളുപ്പിന് ഒരു 2 മണിക്ക്. ഒരു 1-2 മാസമൊക്കെ കോയമ്പത്തൂര് കർണാടകയിലൊക്കെ ഇന്നോവയിൽ ഇങ്ങനെ കറങ്ങി നടന്നു. അഭിമാനിയാണല്ലോ നമ്മുടെ റൗഫിക്ക. കോയമ്പത്തൂർ ഇറങ്ങി ഒരു ചായ കുടിച്ചിട്ട്, നിങ്ങളാരും കൊടുക്കണ്ട, ഗൂഗിൾ പേ ഞാൻ ചെയ്തോളാമെന്ന്. കാക്ക ഗൂഗിൾ പേ ചെയ്തു, കാക്കായെ തൂക്കി. അത് കഴിഞ്ഞപ്പോൾ കാക്കയ്ക്ക് ഒരു ആഗ്രഹം, കുറച്ച് നാളായില്ലേ വിട്ടു നിൽക്കുന്നു, ഭാര്യയെ കാണണം. അങ്ങനെ കാക്ക കുറച്ച് അനുയായികളൊക്കെ വാടാ പുറകിൽ നിന്നോളാം പറഞ്ഞു. കാക്ക നേരെ വീട്ടിലോട്ട്, പുറകിലല്ല NIA-ക്കാരായിരുന്നു നിന്നത്, ബംഗാളി വേഷത്തിലെ. അപ്പൊ കാക്ക മുമ്പിൽ നടക്കണം, പുറകിലാണല്ലോ NIA-ക്കാർ നടക്കേണ്ടത്, അല്ല കാക്കയുടെ കിങ്കരന്മാര്. അപ്പൊ കാക്ക പറഞ്ഞില്ല, ഞാനേ ആദ്യം മുമ്പിൽ കൂടെ പോകാം, മുമ്പിലത്തെ വാതിലിൽ കൂടി. നിങ്ങൾ ഈ വീട് അങ്ങോട്ട് വളയണം. ഞാൻ പർദ്ദയിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്നാരും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ കാക്ക ചെരുപ്പ്, ലേഡീസ് ചെരുപ്പ് ഇടാൻ മറന്നുപോയി. NIA തൂക്കി. പിന്നെ കാക്ക ചിരിക്കുമ്പോൾ 2 പല്ലിന്റെയും ഇടയ്ക്ക് ഒരു വിടവുള്ളത് കൊണ്ട് പെട്ടെന്ന് കാണാനും പറ്റി. അപ്പോൾ കാക്കാണെന്ന് മനസ്സിലായി. കാക്ക ഇങ്ങനെ വെളുക്കെ ചിരിച്ച് കോളിംഗ് ബെൽ അടിക്കാൻ പോയപ്പോഴേക്ക് NIA ഉദ്യോഗസ്ഥർ കോളിംഗ് ബെൽ അടിച്ചു കൊടുത്തു വെച്ച് കാക്ക വിചാരിച്ചു കാക്കയുടെ കൂട്ടുള്ളവരായിരിക്കും അടിക്കണേ. നിക്കടാ ഞാൻ അടിക്കാന്ന്. അല്ലടാ ഞാൻ അടിച്ചോളാം. നോക്കിയപ്പോൾ വീടിന് ചുറ്റും NIA-ക്കാർ അങ്ങോട്ട് നിറഞ്ഞു. കാക്കയെ തൂക്കി. അപ്പൊ കാക്ക ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ എന്നല്ല പറഞ്ഞത്, മറ്റേ കൂടെ നിന്ന ആളുകളോട് പൊയ്ക്കോടാന്നാ പറഞ്ഞ്. ബൈ ബൈ പറഞ്ഞപ്പോഴത്തേന് കാക്ക വിചാരിച്ച് നിങ്ങൾ പിടികൊടുത്തോടാന്നാണ്. അങ്ങനെ നമ്മുടെ റൗഫിക്കാടെ വീടിന് ചുറ്റും നിന്നൊരു 100-150 പേരെ അങ്ങോട്ട് പൊക്കി. 150 പേരുടെ നടുക്ക് നിന്നിട്ട് കാക്ക നിന്ന് കരയുക. അപ്പൊ NIA-ക്കാരോട് കാക്ക പറഞ്ഞു, ഞാൻ ഈ പർദ്ദയൊന്ന് ഊരി വെച്ചിട്ട് വരാം. വേണ്ട, അവിടെ വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ അവിടെ നമ്പർ ഇട്ട് ഞങ്ങൾ റെഡിയാക്കി വെച്ചേക്കാം, പിന്നെ ഇപ്പം സാരമില്ല. അങ്ങനെ പർദ്ദ ഇട്ട് തന്നെ കാക്കായെ കോളറിൽ പിടിച്ചിട്ട് ക്രെയിൻ ഉപയോഗിച്ച് തൂക്കുന്നത് പോലെ തൂക്കിയെടുത്ത് ഹെലികോപ്റ്ററിൽ ഇട്ടിട്ട് കാക്കായെ കൊണ്ടുപോയി. 2 വർഷമൊക്കെ കിടന്നിട്ട് കാക്ക ഐസ് ക്യൂബിലൊക്കെ കിടന്നിട്ട് നമ്മുടെ അവരുടെ പ്രത്യേകമായിട്ടുള്ള ചില ജെട്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് കാക്ക ഏതാണ്ട് മടുത്തു. അങ്ങനെ കാക്ക അവിടുത്തെ ഉണ്ടയും പണ്ടത്തെ പോലെ മമ്മൂട്ടി പറയുന്നത് പോലെ ഉണ്ടയും വെള്ളമൊന്നും അല്ലല്ലോ തിന്നുന്നത്. കൊതുകടി കൊണ്ട് കാക്ക ഒരു മുദ്രാവാക്യം എഴുതി കൊടുത്തിരുന്നു, അരിയും മലരും കുന്തിരിക്കും ഒക്കെ വാങ്ങി വെച്ചോളാണ്. പക്ഷെ അവിടെ ചന്ദനത്തിരി കിട്ടിയില്ല, കാക്ക മറന്നതാ. അപ്പോൾ 9 വയസ്സുള്ള ചെറുക്കൻ പറഞ്ഞതുപോലെ അരിയും മലരും ഒക്കെ ശരിക്ക് തീഹാർ ജയിലിന്റെ ഫ്രണ്ടിൽ കാക്കായെ ഇങ്ങനെ ആദ്യം ഒരു നടയടി ഉണ്ടല്ലോ, ഒരു ഒറ്റച്ചോട്ടിന് കാക്ക ചെന്ന് വീണത് മലരില്ല. കാക്ക കുറച്ച് കടിച്ചെടുത്ത് നൂന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കാക്കയുടെ എല്ലാവരും ഉണ്ട്, നമ്മുടെ നസറുദ്ദീൻ കാക്കായും എല്ലാവരും ഉണ്ട്. നിങ്ങളൊക്കെ നേരത്തെ എത്തിയല്ലേ? 1 മാസമായി ഞങ്ങൾ ഇവിടെ എത്തിയിട്ട്. സാരമില്ല, ഇനി ക്രമേണ നിങ്ങൾക്ക് അങ്ങ് ശീലമായിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കാക്ക ഏതാണ്ട് 2 മാസം മുമ്പ് നമ്മുടെ റൗഫിക്ക പുറത്തു വന്നു കേരളത്തിൽ.
ഇപ്പൊ എവിടാണെന്ന് യാതൊരു ഐഡിയയുമില്ല, എവിടെയോ തിങ്ങി ജീവിക്കുക. ആ കാക്കാടെ ആളുകളാണ് ഈ വിളിക്കുന്ന മുദ്ര. വെറുതെ ഒന്നുമല്ല, പോപ്പുലർ ഫ്രണ്ട് ഒരു ലക്ഷ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ത്യ രാജ്യത്ത് അവസാന RSSകാരന്റെ ശവപ്പെട്ടിയിലും ആണിയടിക്കുന്നത് വരെയും. ഇത് കേൾക്കുന്ന റൗഫിക്ക പുറകിൽ നിന്ന് ഈ ആണിയുടെ കാര്യം പറയല. NIA-ക്കാരടിച്ച ആണിയുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അന്ന് പഞ്ചാബികൾ കൊണ്ട്, അത് നിങ്ങൾ അറിഞ്ഞില്ലേ? റൗഫിക്കയുടെ മൂലവും പൂരാടവും ഒക്കെ ഉത്രാടമാക്കി പഞ്ചാബികൾ ഇട്ടു. അത് വലിയ രൂപത്തിൽ വാർത്തയായി. അതോടുകൂടി റൗഫിക്കയ്ക്ക് കേരളത്തിൽ വന്നിട്ട് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആളുകൾ നോക്കുന്നത് കക്കട മൂലത്തിലേക്കായിരിക്കുമല്ലോ. പഞ്ചാബ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കത്തില്ല. അതുകൊണ്ട് റൗഫിക്ക ഇപ്പൊ പുറത്ത് വരാറില്ല. ഈ അഫ്സൽ കാസിമിയാണ് 5 ലക്ഷം ജനങ്ങളെ ഈ കോഴിക്കോട് കടപ്പുറത്ത് സാക്ഷി നിർത്തി ഒരു മഹാജന സമ്മേളനം സംഘടിപ്പിച്ചിട്ട്, എടാ പോപ്പുലർ ഫ്രണ്ടുകാരാ, RSS-കാരന്മാരെ ഇല്ലായ്മ ചെയ്ത് നമുക്ക് ജയിലുകളിലേക്ക് പോകാം മക്കളെ. ഒന്നുകിൽ നമ്മളെ കാത്തിരിക്കുന്നത് ജയിലുകളായേക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം മക്കളെ. RSS-കാരനെ കൊല്ലാൻ നിങ്ങൾ തയ്യാറായിക്കോ മക്കളെ. അപ്പൊ നമ്മുടെ ബാസിലുണ്ടല്ലോ, അവൻ വന്നിട്ട് 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഇല്ലാതാക്കാൻ ഞങ്ങൾ മതിയടാ. അപ്പൊ അഫ്സൽ കാസിമി ജനക്കൂട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു. അപ്പൊ ബാസിൽ നിന്നിട്ട് കാക്ക വാ, ഇല്ല ഭാര്യ വിളിക്കുന്നുണ്ട്, ഫോൺ 5-6 വട്ടം വിളിച്ച് ഞാൻ പോയിട്ട് വരട്ടെ എന്ന്. അല്ല നമുക്ക് RSS-കാരെ കൊല്ലണ്ടേ? നീ പോയി കൊന്നൂടാ, എനിക്കിപ്പോ മൂടില്ല, പിന്നെ വരാൻ. എന്നിട്ട് ഈ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായിട്ടുള്ള യുവ ഭീകരന്മാരിൽ വലിയ ഒരു കൗണ്ട് ഓഫ് ആളുകളെ NIA കൊണ്ടുപോയപ്പോഴും ഈ അഫ്സൽ കാസിമി എന്ന് പറഞ്ഞ കൊടും ഭീകരൻ ഒളിവിലായിരുന്നു. ഇപ്പൊ അവന്റെ വീറും വാശിയും നോക്കിയേ. വെറുതെ ഒന്നുമല്ല, പോപ്പുലർ ഫ്രണ്ട് ഒരു ലക്ഷ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ത്യ രാജ്യത്ത് അവസാന RSSകാരന്റെ ശവപ്പെട്ടിയിലും ആണിയടിക്കുന്നത് വരെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോരാട്ടത്തിന്റെ മാർഗത്തിലുണ്ടാകും ഇൻഷാ അല്ലാഹ്. ആണി കിട്ടാത്തോണ്ട. കാരണം RSS-കാരന് നല്ല തൊലിക്കെട്ടിയാണല്ലോ. അവരുടെ ശവപ്പെട്ടിയിൽ അടിക്കാനുള്ള ആണിക്ക് തീഹാർ ജയിലിൽ പോയിരിക്കുവാണ്. നമ്മുടെ സത്താറിക്ക ഇപ്പൊ കിടന്ന് ഹരാര പാടിക്കൊണ്ടിരിക്കുക. കരുതി തന്നിരുന്നോ? ആ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ ഇവിടത്തെ ഇന്ത്യയിലെ ഭരണകൂടം വിചാരിച്ചു നടന്നിട്ടില്ല. ഇവരാരും വിചാരിച്ച് നടക്കാത്ത ആരാന്റെ തീവ്ര സംഘടന, ആ സംഘടനയാണ് വെല്ലുവിളിക്കാൻ പോകുന്നത്. ഈ RSS പ്രസ്ഥാനം ഒരുമിച്ചങ്ങ് തരണ്ട, അങ്ങനെ ആകണ്ട. ഞങ്ങളെ സായംശാലികളുടെ പിള്ളേരുണ്ട്, ആ പിള്ളേർ ഒരുമിച്ച് വന്നാണ്ടല്ലോ LDF ഒറ്റ മണിക്കൂർ കൊണ്ട് ഇവിടെ തീർക്കാനുള്ള സാധനം ഈ LDF ഇത് വെറും വാക്കല്ല, തീർത്തു. എവിടെ? NDF എവിടെ? PDP എവിടെ? PFI എവിടെ? സിമി എവിടെ? അടുത്തത് SDPI. സമയമായിട്ടില്ല. നിങ്ങൾ ആണി റെഡിയാക്കിക്കോ, ശവപ്പെട്ടി RSS-കാര് ശരിയാക്കുമെന്ന് അവൽസന്തുണ്ടെങ്കിൽ പറയും. ഈ വെല്ലുവിളിച്ച് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വളർത്തുന്ന മക്കളെ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് കൊണ്ടുവന്ന് ചിതറിത്തെറിപ്പിച്ചിട്ട് ഈ അഫ്സൽ കാസിമിയെ പോലെയുള്ള കൊടും ഭീകരന്മാർ അവരുടെ കുടുംബങ്ങളൊത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇവൻ പുറകിൽ നിന്ന് കൈ കാണിച്ചതിനനുസരിച്ച് 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ RSS-കാരെ ഉണ്ടാക്കാൻ തിരിച്ചവനൊക്കെ എവിടെ? ഇന്ന് കിടന്ന തീഹാർ ജയിലില് അരിയും മലരും കുന്തിരിക്കവും 10 രൂപ 100 രൂപയെന്ന് ഇങ്ങനെ ലേലം വിളിച്ച് വിറ്റുകൊണ്ടിരിക്കുക. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് കിട്ടിയ സൗകര്യത്തിൽ ജീവിച്ചു പോയാൽ നല്ലത്. പക്ഷേ ഇവർക്കതൊന്നും വഴങ്ങത്തില്ലല്ലോ. എവിടെ പോയാലും താൻ പ്രമാണിത്വം, അഹങ്കാരം, ഒരു ധാർഷ്ട്യം, അടക്കി ഭരിക്കണം, ഇതല്ലേ ഇവരുടെ മോഹം. പക്ഷെ ഇനി അതൊന്നും നടപ്പില്ല കാക്ക. എന്തെന്നറിയാമോ? നരേന്ദ്രമോദിയാണ് ഈ ഭാരതം ഭരിക്കുന്നത്. ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. നരേന്ദ്രമോദി ഭാരതത്തില് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ RSS-കാരെയും BJP-കാരെയും ഒക്കെ ഇല്ലാതാക്കി നിങ്ങൾ വിചാരിക്കുന്ന ഇസ്ലാമിക രാജ്യമൊന്നും അങ്ങ് ഉണ്ടാക്കാൻ നടക്കില്ല.
രമേശ്